പ്രിയമുള്ളവരെ, അഞ്ചാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുന്നു. ദൈവം ഇപ്രകാരം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഇടപെടുന്നുവെന്ന് ഇന്നത്തെ വായനകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക. ഒന്നാമത്തെ വായനയിൽ യേശയ്യാ പ്രവാചകൻ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ കൃപയും ചൈതന്യവും നിറഞ്ഞ മഹത്വം ദർശിക്കുന്നു. ദേവാലയം മുഴുവനും പ്രഭാപൂരിതമായിരിക്കുന്നത് കാണും. ഈ പ്രഭാപൂരിതമായി കാണുമ്പോൾ യേശയ്യാ പറയുന്നു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നതിനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെ ഞാൻ ദർശിച്ചിരിക്കുന്നു. ദൈവമേ, നീ പരിശുദ്ധനാണ്, പരിശുദ്ധൻ. ആ പരിശുദ്ധിക്ക് മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് യോഗ്യതയില്ലെന്നാണ് പറയുക. അപ്പോൾ കുടിലുകൊണ്ട് അവൻ്റെ നാവിനെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇതാ നിൻ്റെ അധരങ്ങളെ ഞാൻ സ്പർശിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ദൗത്യം യേശയ്യായ്ക്ക് ലഭിക്കുകയാണ്. യേശയ്യ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയും ചൈതന്യവും നിറഞ്ഞവനായിട്ട് യേശയ്യാ മാറും. പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിറഞ്ഞ് യേശയ്യാ പറയുന്നു, എല്ലാം സംഭവിച്ചത് അവിടുത്തെ കൃപയാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായിട്ടില്ല. ആരെയുംകാൾ അധികം ഞാൻ അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, നേരെ മറിച്ച് എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. മറ്റപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ കർത്താവും ഉത്ഥാനത്തിന് ശേഷം തനിക്കും പ്രത്യക്ഷപ്പെട്ടുവെന്ന് വളരെ വ്യക്തമായി അസംഖിതമായി പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ, ദൈവത്തിൻ്റെ കൃപയും ചൈതന്യവും തന്നിലേക്ക് കൂടുതലായിട്ട് ചൊരിയപ്പെട്ടുവെന്നും കൂടുതലായിട്ട് അധ്വാനിക്കാൻ അതുകൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചുവെന്നും അതുകൊണ്ട് കൃപ ചൊരിഞ്ഞ് തൻ്റെ ജീവിതത്തെ ദൈവം ഏറ്റെടുത്തുവെന്നും വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയും. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പത്രോസ് ശ്ലീഹായും കൂട്ടരെയുമാണ്. സാധാരണ മത്സ്യത്തൊഴിലാളികളായ പൗലോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനുമൊക്കെ അവരുടെ തൊഴിൽ സാഹചര്യങ്ങളിലായിരിക്കുന്നു. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒരു ചെറു മീൻ പോലും കിട്ടാതെ പത്രോസും കൂട്ടരും നിൽക്കുമ്പോഴാണ് കർത്താവ് കടന്നു വരിക. കർത്താവിനോട് പറയുന്നുണ്ട്, വലതുവശത്ത് വലയിടുവാനായിട്ട്. ഒരു നല്ല മത്സ്യത്തൊഴിലാളിയായിരുന്ന പത്രോസിൻ്റെ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊരു ചെറുമീൻ പോലും കിട്ടാതെ വലയുന്ന പത്രോസ് എന്നാൽ കർത്താവിനെ അനുസരിക്കുവാനായിട്ട് തയ്യാറാകും. അനുസരണം ബലിയേക്കാൾ വലുതാണെന്ന് പറയുന്ന നാം കേട്ടിട്ടുണ്ട്. ഒരു അപ്പോസ്തലൻ്റെ ഏറ്റവും വലിയ ഗുണം ആയിരിക്കേണ്ടത് അനുസരണമാണ്. അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ കടന്നു വരും. ഒരനുഭവ സമ്പത്തുള്ള മത്സ്യത്തൊഴിലാളി എന്ന നിലയിൽ മത്സ്യത്തെക്കുറിച്ചോ മത്സ്യബന്ധനത്തെക്കുറിച്ചോ ഒന്നും അറിയാത്ത യേശു പറയുന്ന അനുസരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്നാൽ യേശു പറഞ്ഞതനുസരിച്ചുകൊണ്ട് നീ പറഞ്ഞത് പ്രകാരം ഞാൻ വലയിറക്കാമെന്നാണ് പത്രോസ് പറയുന്നത്. നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് ദൈവത്തെയും ദൈവകൽപ്പനകളെയും അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു കൃപ നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ അനുസരണം ഒരു അനുഗ്രഹം കൊണ്ടുവരികയാണ്.
അവൻ വലയിറക്കിയപ്പോൾ തന്നെ വള്ളം നിറച്ച് മീനെ കിട്ടി. ദൈവത്തെയും ദൈവകൽപ്പനയും അനുസരിക്കുമ്പോൾ നമ്മിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്കും അനുഗ്രഹം ഒഴുകിയെത്തും. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഈ വള്ളം നിറച്ച് മീൻ കിട്ടിയപ്പോൾ പത്രോസ് തന്നെ തന്നെ തിരിച്ചറിയും. ഒരു വ്യക്തിക്ക് തന്നെ തൻ്റെ അവസ്ഥയെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ പാപിയാണ്. ഒരു ശിഷ്യൻ എപ്പോഴാണോ തന്നെക്കുറിച്ച് തന്നെ ബോധ്യമുണ്ടാകുന്നത്, താൻ പാപിയാണെന്ന് ബോധ്യം വരുന്നത്, അപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകുന്നത്. താൻ എന്തൊക്കെയാണ്, താൻ ആരൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നടക്കാം. എന്നാൽ തൻ്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ചൊരു വ്യക്തിക്ക് ബോധ്യമുണ്ടാകും. എനിക്കും നിങ്ങൾക്കും ആവശ്യമായി രണ്ടാമതായി വേണ്ടത് ഈ ഒരു തിരിച്ചറിവാണ്. ഒന്നാമത് അനുസരിക്കുക, രണ്ടാമത് തിരിച്ചറിവുണ്ടാകുക, മൂന്നാമതായിട്ട് രണ്ടാമതൊരു ചിന്ത ആവശ്യമില്ല. ദൈവം വിളിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കാൻ ാക്കാമെന്ന് പറയുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ. രണ്ടാമത് ചിന്തിക്കാനോ വീട്ടിൽ പോകാനോ അനുവാദം ചോദിക്കാനോ എല്ലാം ശരിയാക്കാനോ ഒന്നുമല്ല പത്രോസും ജ്യേഷ്ഠന്. ഉടൻ തന്നെ അവനെ അനുഗമിക്കും. ഒരു ശിഷ്യന് വേണ്ടത് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവൻ്റെ പദ്ധതികൾ, അവൻ്റെ സ്വന്തമായിട്ടുള്ളതെല്ലാം അവൻ ഉപേക്ഷിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണ് പോവുക, തൻ്റെ ഭാവി എങ്ങനായി തീരും എന്നൊന്നുമല്ല ചിന്തിച്ചത്. വിളിയെക്കുറിച്ച് ഉത്തമമായിട്ടുള്ളൊരു ബോധ്യം. വിളിച്ചവൻ വിശ്വസ്തനാണെങ്കിൽ അവൻ എത്തേണ്ട കരയ്ക്ക് തന്നെ എത്തിക്കുമെന്നുള്ള ബോധ്യം. ഇതാണ് നമ്മുടെ ജീവിതത്തിലും ആവശ്യമായിട്ട്. ഇത് നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. ദൈവം പരിശുദ്ധനാണെങ്കിൽ ആ പരിശുദ്ധിക്ക് മുമ്പിൽ നിൽക്കുവാൻ നാം യോഗ്യരല്ലെന്ന യേശയ്യായുടെ ബോധ്യം. ദൈവകൃപയാണ് എനിക്ക് വേണ്ടി അധ്വാനിച്ചത്. എല്ലാത്തിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാം ഓരോരുത്തരുമായിരിക്കും എന്തായിരിക്കുന്നോ അത് ദൈവകൃപയാലാണെന്നുള്ള ബോധ്യം. മൂന്നാമതായി ദൈവവചനം അനുസരിക്കുക, അപ്പോൾ ഉത്കൃഷ്ടം നേടും. ദൈവവചനം മുന്നിലേക്ക് വരുമ്പോൾ പൗലോസ് എപ്പോഴും പറയുന്ന പോലെ, ഞാൻ പാപിയാണ്, പാപികളിൽ ഒന്നാമനാണ്. നമ്മുടെ യഥാർത്ഥ സത്വത്തെ തിരിച്ചറിയുക. മൂന്നാമതായിട്ട് ദൈവം വിളിച്ചിറക്കിയെങ്കിൽ ഒരു മടിയും കൂടാതെ അവിടുത്തെ പിന്നാലെ അവിടുത്തെ അനുഗമിക്കുക. അപ്പോൾ സർവ്വതും സുരക്ഷിതമായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.